ആന നിമിഷ് രവിയുമായി വിവാഹിതയാകുമെന്ന വാർത്ത. കമന്റ് ബോക്സ് നിറയെ റേസിസ്റ്റ് കമന്റുകൾ. അതങ്ങനെ കാണുള്ളൂ. ഒരു പെൺകുട്ടി വെളുത്ത ഒരു ആണിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കപ്പിളായി. എന്നാൽ സിനിമകളിലൊക്കെ നമ്മളൊക്കെ പ്രത്യേകിച്ച് ഹിന്ദി സിനിമകളിലൊക്കെ നല്ല വെളുത്ത ജോഡികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നടക്കുന്നതൊക്കെ കണ്ടു കഴിയുമ്പോൾ സൽമാൻ ഖാൻ അല്ല അമീർ ഖാൻ്റെ ഒക്കെ ജോഡികളൊക്കെ ആയിട്ട് കണ്ടു കഴിയുമ്പോൾ അതാണ് ജീവിതം, അതുപോലെയൊക്കെയാണ് നല്ല ജീവിതങ്ങൾ കിട്ടുള്ളൂ, ലൈഫ് ലോങ് നല്ല ജീവിതമായിരിക്കും. അതുപോലെ തന്നെ മാട്രിമോണി, അതുപോലുള്ള പരസ്യങ്ങൾ ചിത്രങ്ങളിലൊക്കെ വെളുത്ത പെൺകുട്ടിക്ക് വെളുത്ത വരം വരുമ്പോൾ അതാണ് പെർഫെക്റ്റ്. ആ റിയൽ ലൈഫിലേക്ക് നോക്കുമ്പോൾ ലുക്ക് മാത്രമാണ് പെർഫെക്റ്റ് ആണ് അല്ല. ഇപ്പോൾ ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ ഏത് ജോലി ചെയ്യണം, ഏത് രീതിയിൽ ജീവിക്കണം, ഏതൊരാളുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ ഉള്ളത് ഓരോ വ്യക്തിയുടെയും പേഴ്സണൽ ചോയ്സാണ്. അതിന് ചോദ്യം ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ അവകാശമുള്ളത് അതിൻ്റെ കുടുംബാംഗങ്ങൾക്കാണ്. അതായത് അച്ഛൻ, അമ്മ, നമ്മൾ സ്നേഹിച്ച ഒരാളെ കിട്ടുമ്പോൾ മോളെ പാടില്ല, അതൊക്കെ അവരുടെ എതിർപ്പാണ്. എന്നിരുന്നാൽ പോലും അവരെ ആരെയും എതിർപ്പല്ല. അതിന് പ്രത്യേകിച്ച് അഹാനയുടെ അച്ഛനെ കൃഷ്ണകുമാറിന് എതിർപ്പില്ല, ഭാര്യയ്ക്ക് എതിർപ്പില്ല, മൂന്ന് സഹോദരിമാരുണ്ട്, അവർക്ക് എതിർപ്പില്ല, അവരുടെ ഭർത്താക്കന്മാർ. പിന്നെ എന്തിനാണ് ഈ കമൻറ്റ് ബോക്സിൽ കിടന്ന് കുറയ്ക്കണത്? എന്നും കറുത്തവനെ കാണുമ്പോൾ ഒരു അറപ്പ് പോലെയുള്ളത് നിങ്ങൾക്ക് തോന്നണേ. ഒരാളുടെ ഇഷ്ടമല്ലേ ചെയ്യണ്ടേ? നിങ്ങളൊക്കെ എഴുതി കിട്ടണ കമൻറ്റ് ബോക്സിൽ കളർ ഏത് കളറാണ്? കറുപ്പല്ലേ? നിങ്ങൾ തല വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയ്യോ അമ്പോ എനിക്ക് പപ്പ തന്നെ കറുപ്പ് കഴിക്കാൻ നടക്കും. എന്തിനാണ് നിങ്ങൾ കാണുന്ന കണ്ണിൻ്റെ ഈ കൃഷ്ണമണിയുടെ കളർ തന്നെ കറുപ്പല്ലേ? എണ്ണിപ്പറയുകയാണെങ്കിൽ കറുപ്പ് തന്നെയാണ്. കറുപ്പിനും അതിൻ്റേതായിട്ട് പ്രാധാന്യം, എല്ലാ കളറിനും അതിനായിട്ട് പ്രാധാന്യമുണ്ട്. ഇതുപോലെ തന്നെ അറ്റ്ലീനെങ്കിൽ ചിലവന്മാരൊക്കെ ഇങ്ങനെ ഒരു പോസ്റ്റൊക്കെ ഇടും, കാരണം എന്തെങ്കിലും കറുത്തതിനെ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സർക്കാർ ജോലി, അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ കറുത്ത ആൺകുട്ടികളെ പ്രണയിക്കുമോ. പലർക്കും അതേ രീതിയിലാണ്. എല്ലാവർക്കും ഒരാളെ ഇഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന രീതിയിലെ ഭക്ഷണം കഴിക്കുള്ളൂ, എനിക്കിഷ്ടം ചിക്കൻ തന്നെ, നിങ്ങളെല്ലാവരും ചിക്കൻ തന്നെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് ഒരാൾ വെളുത്തവനെ തന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ തീരുമാനം തന്നെയാണ്. എന്തിനാണ് ഇങ്ങനെ പോയി കമൻറ്റ് ബോക്സിൽ കിടന്ന് ഈ വേണ്ടാത്തിനൊക്കെ പറഞ്ഞു നോക്കുന്നത്? നിങ്ങളാരെങ്കിലും വീട്ടിലുള്ള പെണ്ണിനെ ഒന്നല്ലോ ആലോചിച്ച് പോയത്? വല്ലാത്ത കിടന്ന ഇതുപോലെ ലുക്മാൻ അർവാൻ അദ്ദേഹത്തിനെതിരെ കല്യാണത്തിനെതിരെ വളരെ മോശമായിട്ട് റേസ് കമൻറ്റ് വന്നു. പിന്നെ ഒരു കപ്പിള്, അതായത് ഇൻസ്റ്റാഗ്രാം കപ്പിള്, അവരെ കണ്ട് ഒരു ഉടൻ പണത്തിൽ വന്നിട്ട് ഈ കാര്യം പറഞ്ഞ് അദ്ദേഹം പൊട്ടിക്കരയാണ്. വേറൊരു തെറ്റും ചെയ്തില്ല. ആ ഭാര്യ വെളുത്തു കറുത്തു, അവർ നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്ത കപ്പിളാണ്. ഇവർക്ക് എല്ലാവർക്കും കണ്ണിൽ കുറ്റ കാണാൻ വേണ്ടി നടക്കുള്ളൂ. നിനക്ക് ഇനിയെങ്കിലും മതിയായില്ലേ കറുത്തവരെയൊക്കെ കളിയാക്കി? നിനക്ക് ഇനിയെങ്കിലും മതിയായില്ലേ? എന്തിനാണ് മറ്റുള്ള ജീവിതത്തിലേക്ക് എത്തി നോക്കി ഇങ്ങനെയൊക്കെ ഇങ്ങനെ കിട്ടിയിട്ട് എന്ത് സുഖം കിട്ടണം? ഒരു മനസ്സുഖം ഇങ്ങനെ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ മതി. എപ്പോഴും പറയണം, ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. ദൈവത്തെ ഓർത്തിങ്ങനെ ചെയ്യരുത്.